നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ 2024 ഓഗസ്റ്റ് സാഹിത്യാചാര്യ പ്രഥമ ഖണ്ഡ്, ദ്വിതീയ ഖണ്ഡ്, തൃതീയ ഖണ്ഡ് ഈ മൂന്ന്, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വർഷം മുതൽ പുതിയ മോഡലാണ്, ഒൻവേഡാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി എടുത്തിട്ട് തന്നെ പഠിക്കുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടെസ്റ്റൊക്കെ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. സാഹിത്യചാര്യം +2 കഴിഞ്ഞൊരു കുട്ടിക്ക് കേട്ടറ്റിലൂടെ പാസ്സാവുകയാണെങ്കിൽ 2 വർഷത്തെ BEd കോഴ്സിൻ്റെ അടുത്ത് ഹൈസ്കൂൾ ടീച്ചർക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ എല്ലാം ഒൻവേഡാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ നിങ്ങളത് നോക്കുക, കോപ്പി എടുത്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ആർക്കെങ്കിലും സാഹിത്യയുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റു ഡീറ്റെയിൽസൊക്കെ 9400773625 വിളിക്കുക. ഞങ്ങളുടെ സെൻറ്ററിൻ്റെ പേര് തീർത്ഥ ഹിന്ദി വിദ്യാലയം എന്നാണ്. അപ്പോൾ സാഹിത്യചാര്യ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സെൻറ്റൻസ് വീതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 ക്വസ്റ്റ്യനും എഴുതണം. അടുത്ത റോമറ്റർ 2 ഇവിടെ 1 മുതൽ 20 വരെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 15 വേണം എഴുതേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. അതും ഒൻവേഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ഒരുപാട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസറുകൾ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത റോമറ്റർ 3 വീണ്ടും 12 കൊടുത്തിട്ടുണ്ട്. അതിൽ 7 മാർക്കാണ്. 7 ക്വസ്റ്റ്യൻ എഴുതണം. അതിന് ഓരോന്നിനും 4 മാർക്കാണ്. 120 വാക്കുകൾ വരണം. അതായത് 1.5 പേജ് വേണം ആൻസർ എഴുതേണ്ടത്. അടുത്ത ലാസ്റ്റ് വരുന്നത് 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എഴുതണം. 15 മാർക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ സാഹിത്യയുടെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ആദ്യം വരുന്നത് 12 ഒൻവേഡാണ്. അതിൽ 12 ഒൻവേഡും ചെയ്യണം. പിന്നെ റോമറ്റർ 2 വരുന്നത് 15 കൊടുത്തിട്ടുണ്ട്. 15 20 കൊടുത്തിട്ടുണ്ട്. അതിൽ 15 ചെയ്യണം. റോമറ്റർ 3 12 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 7. അടുത്ത ലാസ്റ്റ് 5 4 കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അടുത്ത് വരുന്നത് സാഹിത്യചാര്യ ഫസ്റ്റ് പാർട്ടിൽ തന്നെ രണ്ടാമത്തെ പേപ്പർ. അവിടെയും ഒൻവേഡാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. 12 ഒൻവേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റോമറ്റർ 2 20 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും 15 ചെയ്യണം. പിന്നെ വീണ്ടും റോമറ്റർ 3 12 കൊടുത്തിട്ടുണ്ട്. അവിടെയും 7 ചെയ്യണം. പിന്നെ ലാസ്റ്റ് 4 കൊടുത്തിട്ടുണ്ട്. അതിൽ 2. അപ്പോൾ കൂടുതലും 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 15 മാർക്ക്, 2 മാർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടും. നേരത്തെ പോലെ വലിയ essay ഒന്നുമില്ല. essay ഒക്കെ കുറച്ചിട്ടുണ്ട്. കൂടുതലും ഒൻവേഡാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് സാഹിത്യചാര്യ മൂന്നാമത്തെ പേപ്പറിൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 3 പേപ്പറും ജയിച്ചാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് എഴുതാൻ കഴിയുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഫസ്റ്റ് പാർട്ട് എഴുതാം. +2 കഴിഞ്ഞ കുട്ടിക്ക് സെക്കൻഡ് പാർട്ട്. +2 ഫുള്ളായിട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് സെക്കൻഡും തേർഡും കൂടെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് സാഹിത്യചാര്യ എഴുതേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പേപ്പറിൽ വരുന്നതും അതേ മോഡൽ തന്നെയാണ്. 10 ഒൻവേഡ് കൊടുത്തിട്ടുണ്ട്. ആ 10 ഒൻവേഡും ചെയ്യണം. പിന്നെ വരുന്നത് 20 കൊടുത്തിട്ടുണ്ട്. അതിൽ 15. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കോപ്പി എടുത്തിട്ട് തന്നെ അത് ഒൻവേഡായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ടെസ്റ്റ് വായിക്കുമ്പോൾ അത് കിട്ടും ആൻസറൊക്കെ. പിന്നെ വരുന്നത് 10 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 6, 5 മാർക്ക് വീതമാണ് വരുന്നത്. ഇങ്ങനെയാണ് 3 പേപ്പർ വരുന്നത്. അടുത്ത് സെക്കൻഡ് പാർട്ടിൽ, അതായത് ദ്വിതീയ ഖണ്ഡെന്ന് പറയും. അവിടെയും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ഏതൊക്കെ ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ചാപ്റ്റർ ഉണ്ട്, സിലബസ് എല്ലാം വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, ടിപ്പണി എഴുതാനുണ്ട്, ഭാഷയെക്കുറിച്ച് എഴുതാനുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. അടുത്ത 5ാമത്തെ പേപ്പറും അതുപോലെ തന്നെ എല്ലാ പേപ്പറിലും ഒൻവേഡും 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 6ാമത്തെ പേപ്പറും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 3 പേപ്പർ ഫസ്റ്റ് പാർട്ട്, പിന്നെ 4, 5, 6 പേപ്പർ സെക്കൻഡ് പാർട്ട്. അടുത്ത
അതിനകത്ത് തേർഡ് പാർട്ടിൽ വരുന്നത് ഒരു പേപ്പർ മലയാളം, ഒരു പേപ്പർ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാം, പിന്നെ ഒരു പേപ്പർ ഹിന്ദി, ഒരു പേപ്പർ ഓറൽ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2 ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നവർക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അതെല്ലാം മലയാളം എന്നുള്ളവർക്ക് മലയാളം പഠിക്കാം. മലയാളത്തിൽ ഗദ്യവും പദ്യവും പിന്നെ ജനറൽ എസ്സേ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പം ഇതിപ്പം വീഡിയോ ആക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, അതിനാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ്. എല്ലാ ജില്ലക്കാർക്കും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. നിങ്ങളുടെ സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം ഞാൻ സ്ലോലി പോവുകയാണ്, അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി എടുക്കാനുള്ള സൗകര്യത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഈ ഒരു വിവരം അറിയിക്കുക. കാരണം എല്ലാം പുതിയ മോഡലാണ്, കൂടുതലും ഒൻപേടാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് ആൻസർ ചെയ്യുന്നൊക്കെ കിട്ടും. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് CBSE സ്കൂളിലോ ICSE സ്കൂളിലോ സ്റ്റേറ്റ് സ്കൂളിലൊക്കെ അപേക്ഷിക്കാനുള്ള ഒരു അവസരം സാഹിത്യചര്യയിലൂടെ ലഭിക്കുന്നതാണ്. സാഹിത്യചര്യ ഒരു 40 വയസ്സിനകത്ത് തന്നെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് PSCക്കും കൂടെയൊക്കെ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഉടനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ നവംബറിൽ വിളിക്കും. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്, 25-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ട് ഭൂഷണ് കഴിഞ്ഞവർക്കൊക്കെ കേട്ടറ്റിന് അപേക്ഷിക്കാം, സാഹിത്യചര്യ കഴിഞ്ഞവർക്കും കേട്ടറ്റിന് കൊടുക്കാം. കേട്ടറ്റ് കൊടുത്താൽ മാത്രമേ ജയിച്ചാൽ മാത്രമേ നമുക്ക് UPക്കും ഹൈസ്കൂളിനൊക്കെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളോട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.